So നമ്മുടെ next question, 3 cylinders weighing 100 Newton each and 80 mm diameter are placed in a channel of width 180 mm as shown in figure. Determine the forces exerted by the cylinder A on B at the point of contact, the cylinder B on the base and the cylinder B on the wall. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, മൂന്ന് സിലിണ്ടേഴ്സ് ഉണ്ട്. സിലിണ്ടർ എ, സിലിണ്ടർ ബി ആൻഡ് സിലിണ്ടർ സി. ഈ മൂന്ന് സിലിണ്ടേഴ്സും എന്താണ്, ഒരു ചാനലിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എന്താണ്ട് ഒരു റെക്ടാങ്കുലർ ചാനലിൻ്റെ ഉള്ളിൽ മൂന്ന് സിലിണ്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി മൂന്ന് സിലിണ്ടേഴ്സിൻ്റെയും വെയിറ്റ്, സിലിണ്ടർ എ, സിലിണ്ടർ ബി ആൻഡ് സിലിണ്ടർ സി, മൂന്നിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. മൂന്നിൻ്റെയും ഡയമീറ്റർ എന്ന് പറയുന്നത് 80 mm ഡയമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് നോക്കിക്കേ. നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സിലിണ്ടർ എ ഓൺ ബി, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സിലിണ്ടർ എ ഓൺ ബി. പിന്നെ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സിലിണ്ടർ ബി ഓൺ ദ ബേസ്, സിലിണ്ടർ ബി ഓൺ ദ ബേസ് ആൻഡ് ദ സിലിണ്ടർ ബി ഓൺ ദ വോൾ, സിലിണ്ടർ ബി ഓൺ ദ വോൾ. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സിലിണ്ടർ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ സിലിണ്ടർ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, അതിൻ്റെ സെൽഫ് വെയിറ്റ് മാർക്ക് ചെയ്യാം. വെയിറ്റ് എങ്ങനെയാണ്, ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ സിലിണ്ടർ എയുടെ വെയിറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത് 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ മാർക്ക് ചെയ്യുക, 100 ന്യൂട്ടൺ. ഇനി നെക്സ്റ്റ് സിലിണ്ടർ ബിക്ക് എവിടെയാണ്, സിലിണ്ടർ എക്ക് രണ്ട് കോണ്ടാക്ട് പോയിന്റ്സ് ഉണ്ട്. ഇതാണ്ട് സിലിണ്ടർ എക്ക് ഇതാണ്ട് ബിയിൽ വരുന്ന ഒരു കോണ്ടാക്ട് പോയിന്റ് ഇതാണ്ട് ഇവിടെ ഉണ്ട്. അത് കണക്ക് തന്നെ സിയിൽ വരുന്ന ഒരു കോണ്ടാക്ട് പോയിന്റ്. അതുകൊണ്ട് ഈ കോണ്ടാക്ട് പോയിന്റ്, ആ പോയിന്റ് നമ്മൾ ചെറിയ സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിനകത്ത് എന്താ, ആ രണ്ട് ബോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം. വളരെ ചെറിയ മൈന്യൂട്ടായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി എന്താണ്, രണ്ട് പോയിന്റ്സ് എ ബോളും ബി ബോളും മീറ്റ് ചെയ്യുന്നിടത്ത് എന്താണ്, റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ എങ്ങനെയാണ്, ബോഡിയുടെ സെന്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തായിരിക്കും, റിയാക്ഷൻ ബി എ, ആർ ബി എ, റിയാക്ഷൻ ആർ ബി എ. ഈ ബിയും എയും സഫിക്സ് ആയിട്ടാണ് എഴുതേണ്ടത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് തന്നെ എഴുതുക. ഇനി ഇവിടെ എന്താണ്, റിയാക്ഷൻ സി എ, റിയാക്ഷൻ സി എ ആണ് നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 90 ഡിഗ്രി. ഈ സ്ട്രെയിറ്റ് ലൈനിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മളത് മാർക്ക് ചെയ്യാനായിട്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കറക്റ്റ് 90 ഡിഗ്രി ആയിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ആർ സി എ, ഇവിടെ ആർ സി എ, ആർ സി എ. ഇനി നമുക്ക് എന്താ ഉള്ളത്, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്, സിലിണ്ടർ എയിൽ വരുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് ആർ ബി എന്നൊരു റിയാക്ഷൻ, ആർ സി എ എന്നൊരു റിയാക്ഷൻ. ഇനി നമുക്ക് സിലിണ്ടർ ബി നോക്കാം. സിലിണ്ടർ ബിയിലും എന്താണ് ആക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്ക് സെൽഫ് വെയിറ്റ് മാർക്ക് ചെയ്യാം. സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ സെൽഫ് വെയിറ്റ്. ഇനി അടുത്തത് നമുക്ക് കോണ്ടാക്ട് പോയിന്റ്സ് നോക്കാം. നമുക്ക് ആദ്യം എന്താണ്ട് ഈ കോണ്ടാക്ട് പോയിന്റ് നോക്കാം. രണ്ട് സിലിണ്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന കോണ്ടാക്ട് പോയിന്റ്. അവിടെ നിന്ന് എന്ത് ചെയ്തു, റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തു. റിയാക്ഷൻ ആർ എ ബി, ആർ എ ബി, റിയാക്ഷൻ ആർ എ ബി. ഇനി അടുത്ത എന്താണ്, സിലിണ്ടർ ഡി നോക്കുവാണ്. സിലിണ്ടർ ഡിയിൽ റിയാക്ഷൻ ഡി. അത് റിയാക്ഷൻസ് എല്ലാം എപ്പോഴും എങ്ങനെ ആയിരിക്കും, ബോഡിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടറിൻ്റെ സെൻറ്ററിലേക്കാണ് റിയാക്ഷൻസ് എല്ലാം വരുന്നത്. അപ്പോൾ റിയാക്ഷൻ ഡി ടുവേർഡ്സ് ദ സെൻറ്റർ, ബി ബോളിൻ്റെ സെൻറ്റർ. ഇനി എന്താണ്, ഈ പോയിന്റിൽ ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്. അപ്പോൾ റിയാക്ഷൻ ഇ, ആർ ഇ, ആർ സഫിക്സ് ഇ, റിയാക്ഷൻ ഇ. അപ്പോൾ നോക്കിക്കേ, 100 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു. വെയിറ്റ് എപ്പോഴും എന്താണ്, കറക്റ്റ് 90 ഡിഗ്രി അല്ല, കറക്റ്റ് എന്താണ്, സെൽഫ് വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ്, കറക്റ്റ് ഡൗൺവേർഡ്സിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ റിയാക്ഷൻ ഡി, റിയാക്ഷൻ ഇ. ഇനി നമുക്ക് അതിൻ്റെ സിലിണ്ടർ സി നോക്കാം. സിലിണ്ടർ സിയിലും ഇതേ കണക്കാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, സെൽഫ് വെയിറ്റ് മാർക്ക് ചെയ്യുക. സെൽഫ് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, 100 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ്, 100 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇനി റിയാക്ഷൻ ജി,
റിയാക്ഷൻ ജി. ഇനി അടുത്ത എന്താണ്? റിയാക്ഷൻ ജി എങ്ങനെയാണ്? ബോളിയുടെ സെൻറ്ററിലേക്കാണ് വരുന്നത്. ഇനി സി ബോളും എ ബോളും തമ്മിലുള്ള കോണ്ടാക്ട് പോയിന്റ്, അവിടെയും എന്തുണ്ട്? ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് RAC, റിയാക്ഷൻ RAC. ഇനി എന്താണ്? എഫ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. അവിടെയും എന്ത് ഡെവലപ്പ് ചെയ്യും? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ, റിയാക്ഷൻ എഫ് ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3 ബോൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്, ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഈ ഡയഗ്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഫിഗറിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഇത് സിമെട്രിക്കൽ ആണ്. നമുക്ക് നമ്മുടെ എക്സാക്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സിമെട്രിക്കൽ ആണ്. അപ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ ഡി, റിയാക്ഷൻ ഡി എന്തിന് ഈക്വൽ ആയിരിക്കും? റിയാക്ഷൻ ജിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ ഇ, അത് റിയാക്ഷൻ എഫിന് ഈക്വൽ ആയിരിക്കും. റിയാക്ഷൻ ഇ വിൽ ബി ഈക്വൽ ടു റിയാക്ഷൻ എഫ്. ഇനി അത് കണക്കിന് RBA വിൽ ബി ഈക്വൽ ടു RCA, അത് കണക്കിന് RAB വിൽ ബി ഈക്വൽ ടു RAC. അതിന് മുന്നേ എന്ത് എഴുതാം? ഈ RABയും RBAയും എന്താണ്? ഈക്വൽ ആയിരിക്കും. അതാണ് ഈ കോണ്ടാക്ട് പോയിന്റിൽ എ ബോളിലേക്ക് വരുന്ന റിയാക്ഷൻ ബി ബോളിലേക്ക് വരുന്ന റിയാക്ഷൻ ബോത്ത് ആർ ഈക്വൽ. അത് കണക്കാൻ ഇവിടെ RCA വിൽ ബി ഈക്വൽ ടു RAC. ഈ രണ്ട് റിയാക്ഷൻസും തമ്മിൽ ഈക്വൽ ആയിരിക്കും. RCA വിൽ ബി ഈക്വൽ ടു RAC, RBA വിൽ ബി ഈക്വൽ ടു RAB. രണ്ട് റിയാക്ഷൻസും ഈക്വൽ ആയിരിക്കും. ഇനി നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഈ റിയാക്ഷൻസ് എല്ലാം എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം? അതിൻ്റെ ഹൊറിസോണ്ടൽ, അതിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്, അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഇതിൻ്റെ എല്ലാം സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. സിലിണ്ടർ ബിയുടെ സെൻറ്റർ, സിലിണ്ടർ സിയുടെ സെൻറ്റർ, ഈ സിലിണ്ടർ എ, ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇനി ആ ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. 1 second. ഈ ആംഗിൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതെന്താണ്? ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹാഫ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ്ട് ഈ ഒരു ഹാഫ്, ഈ ഒരു പോർഷൻ മാത്രമായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് നമുക്കറിയാവുന്ന നോക്കാം. ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതാണ്ട് ഈ പോർഷൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന 3 ബോൾസും പ്ലേസ് ചെയ്തിരിക്കുന്ന ചാനൽ, ഈ ചാനലിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. 180 mm എന്നാണ് ചാനൽ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ചാനൽ വിഡ്ത്ത് 180 mm. 180 mm. ഇനി നമുക്ക് ഈ സിലിണ്ടേഴ്സിൻ്റെ ഡയമീറ്റർ അറിയാം. 3 സിലിണ്ടേഴ്സിൻ്റെയും ഡയമീറ്റർ കൊടുത്തിരിക്കുന്നത് 80 mm ഡയമീറ്റേഴ്സ് ആണ്. 3 സിലിണ്ടേഴ്സിൻ്റെയും ഡയമീറ്റർ 80 mm ഡയമീറ്റർ. അപ്പോൾ ഇത് ഡയമീറ്റർ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇത് സിലിണ്ടർ സിയുടെ ഡയമീറ്റർ. ഇത്രയും പോർഷൻ നമുക്കറിയാം. സിലിണ്ടർ ബിയുടെ ഡയമീറ്റർ ആണ്. സിലിണ്ടർ ബിയുടെ ഡയമീറ്റർ 40 ആണ്. ഇങ്ങോട്ടുള്ളതും സിലിണ്ടർ സിയുടെ ഡയമീറ്റർ 40 mm. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 40 അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യാം. അതാണ്ട് ഇത് 40 ആണ്. അതേ കണക്ക് തന്നെ ഇതും 40 ആണ്. സോ 180 മൈനസ് 40 ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ഈ ലെങ്ത് 100 ആയിട്ട് കിട്ടും. 100.
100 mm. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഫുൾ ലെങ്ത് ആണ് 100 mm ആയിട്ട് കിട്ടി. ട്രയാങ്കിളിൻ്റെ ഫുൾ ലെങ്ത് 100 mm ആയിട്ട് കിട്ടി. നമുക്ക് എന്താണ് അതിൻ്റെ എക്സാക്ട് ഹാഫ് മതി. ഹാഫ് ആകുമ്പോൾ എന്ത് കിട്ടും? 100ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 50 mm. 100ൻ്റെ പകുതി 50 mm. 50 mm. ഇനി എന്താണ്? നമുക്ക് ഈ ഹൈപ്പോട്ടനീസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഹൈപ്പോട്ടനീസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കേ, ഈ ബിന്ന് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് സിലിണ്ടർ ബിയുടെ ഡയമീറ്റർ ആണ്. ഇനി സിലിണ്ടർ എയുടെ സെൻറ്ററിൽ നിന്ന് ദാണ്ട് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ല റേഡിയസ്, സിലിണ്ടർ എയുടെ റേഡിയസ് ആണ്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടർ ബിയുടെ റേഡിയസ് പ്ലസ് സിലിണ്ടർ എയുടെ റേഡിയസ്. സിലിണ്ടർ ബിയുടെ റേഡിയസ് 40, സിലിണ്ടർ എയുടെ റേഡിയസ് 40. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് വന്നു? 80 mm ആണ് ഡയമീറ്റർ. സോറി 80 mm ആണ് അതിൻ്റെ ഹൈപ്പോട്ടനീസ് വാല്യൂ, ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനീസ് വാല്യൂ. സോ രണ്ട് സർക്കിളിൻ്റെയും റേഡിയസ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ 40 + 40 80 mm. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. തീറ്റ കാൽക്കുലേറ്റ് നമുക്ക് ബേസും ഉണ്ട് ഹൈപ്പോട്ടനീസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ബേസും ഹൈപ്പോട്ടനീസും അറിയാമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? കോസ് തീറ്റയാണ്. കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബേസ് ബൈ ഹൈപ്പോട്ടനീസ്. 50 divided by 80. ഇനി തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. Theta is equal to cos inverse 50 by 80. Cos inverse 50 by 80 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 51.32. Theta is equal to cos inverse 50 divided by 80 ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ 51.32. 51.32 degrees. 51.32 degrees. അപ്പോൾ നമുക്ക് ദാണ്ടെ ഈ തീറ്റയാണ് കിട്ടിയത്. 51.32 ഡിഗ്രീസ് എന്നുള്ളത്. നോക്കിക്കേ, നമുക്ക് കിട്ടിയ വാല്യൂ ദാണ്ടെ ഈ തീറ്റ വാല്യൂ കിട്ടി 51.32. അപ്പോൾ ഈ തീറ്റ തന്നെയാണ് എന്ത്? ഈ RBA ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഈ കിട്ടി, ഇവിടെ കിട്ടി 51.32 ആണ് RBAക്ക് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇനി അത് തന്നെയാണ് ദാണ്ടെ RAB തീറ്റ തന്നെയാണ് ദാണ്ടെ ഇവിടുത്തെയും തീറ്റ വാല്യൂ, RABയുടെ തീറ്റ വാല്യൂ, ബിക്കോസ് അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഈ തീറ്റ വാല്യൂ തന്നെയാണ് RABക്ക് കിട്ടുന്ന തീറ്റ വാല്യൂ, RBAയുടെയും തീറ്റ വാല്യൂ, ബിക്കോസ് അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിലിണ്ടർ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും കൂടി നോക്കാം. ഇതാണ് സിലിണ്ടർ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുകയാണ്. 100 ന്യൂട്ടൺ എന്താണ്? താഴത്തേക്ക് ആക്ട് ചെയ്തു. RBA അതിങ്ങനെ പോവുകയാണ്. RBA ഇനി ഇത് കണക്കന്നെ RCA ഇതാണ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. RCA കണ്ടോ? നമ്മൾ ഈ RABയുടെയും RCAയുടെയും ആംഗിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. RBAയുടെയും RCAയുടെയും ആംഗിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ഈ തീറ്റ വാല്യൂ. അത് കിട്ടിയിരുന്നത് 51.32 ഡിഗ്രീസ്. 51.32. അത് കണക്കാണ് ഈ ആംഗിളും 51.32.
സോ ഈ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരുന്നു? 100 ന്യൂട്ടൺ ഫോഴ്സ്. 100 ന്യൂട്ടൺ ഫോഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ്? 3 ഫോഴ്സസ് ആണുള്ളത്. 3 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് തിയറം യൂസ് ചെയ്യാം? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. നമുക്ക് 3 ഫോഴ്സ് ആണ്. 3 ഫോഴ്സ് എന്താണ്? നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ആ 3 ഫോഴ്സും സെൻറ്ററിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? കോപ്ലാനാർ ഫോഴ്സസ് ആണ്. കൺകറൻറ്റ് ഫോഴ്സ് ആണ്. കൺകറൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാലാണ് ഈ 3 ഫോഴ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. കോപ്ലാനാർ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഫോഴ്സസ് ഉണ്ട്. നമുക്ക് ആംഗിൾ വാല്യൂവും അറിയാം. ഇനി എന്ത് ചെയ്യാം? ലാമീസ് തിയറം അപ്ലൈ ചെയ്യണം. ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്? ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾ വാല്യൂ. സോ നമുക്കറിയാം, ദാണ്ടെ ഈ ടോട്ടൽ ആംഗിൾ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ അതൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഈ ടോട്ടൽ ആംഗിൾ എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പോൾ 180ന്ന് 51.32 സബ്സ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 51.32 സബ്സ്ട്രാക്ട് ചെയ്യുക. 180 മൈനസ് 51.32 മൈനസ് 51.32 മൈനസ് 51.32. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ദാണ്ടെ ഈ RCAക്കും RBAക്കും ഇടയ്ക്കുള്ള ആംഗിൾ കിട്ടും. സോ അതെന്ന് പറയുന്നത് 77.36. 77.36. ഇനി നമുക്ക് RCAക്കും 100 ന്യൂട്ടണും ഇടയ്ക്കുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. RCAയും 100 ന്യൂട്ടണും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം, എന്താണ്ട് ഈ ഹൊറിസോണ്ടൽ ലൈനും അതേ കണക്ക് തന്നെ ഇതെന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രീസ് ആണ്. ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രീസ്. അപ്പോൾ നമുക്ക് RCAയും 100 ന്യൂട്ടണും ഇടയ്ക്കുള്ള ആംഗിൾ, RCAയും 100 ന്യൂട്ടണും, അതാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 51.32 പ്ലസ് 90. 51.32 പ്ലസ് 90, അതായത് 141.32. 141.32. അപ്പോൾ ഇതും അതേ കണക്ക് തന്നെ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പോൾ RBAയും 51.32. അപ്പോൾ 90 പ്ലസ് 51.32, 90 പ്ലസ് 51.32 141.32 ഡിഗ്രീസ്. അപ്പോൾ നമുക്ക് 3 ഫോഴ്സസിനും ഇടയ്ക്കുള്ള ആംഗിൾ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എന്താണ്? നമുക്ക് ആദ്യം ഒരു ഫോഴ്സ് എഴുതാം. അപ്പോൾ 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് 100 ന്യൂട്ടൺ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്. അപ്പോൾ സൈൻ റിമൈനിങ് ഫോഴ്സ് എന്താണ്? RCAയും RBAയും അതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 77.36. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ സൈൻ 77.36 is equal to, ഇനി എന്താണ്? RCA ഡിവൈഡഡ് ബൈ റിമൈനിങ് ഫോഴ്സ് എന്താണ്? RBAയും 100. അതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 141.32. 141.32. ഇനി എന്താ ഉള്ളത്? RBA is equal to എന്ത് വരും? റിമൈനിങ് ഫോഴ്സ് RBA is equal to അല്ല, RBA ഡിവൈഡഡ് ബൈ ഇത് is equal to RBA divided by sin RBA, consider remaining force RCAയും 100ഉം അതിനിടയ്ക്കുള്ള ആംഗിൾ 141.32. 141.32. ലാമീസ് തിയറം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ ദാണ്ടെ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്നു. RCA divided by sin 141.32, RBA divided by sin 141.32 is equal to 100 divided by
sin 77.36. അപ്പോൾ ആർ സി എ ഇതെന്നാണ് ഈ രണ്ട് ടേം സീറോ സെയിം ആണ്. അപ്പോൾ ആർ സി എ ഈസ് ഈക്വൽ ടു ആർ ബി എ ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ sin 77.36 into sin 141.32 and is equal to 64.05 Newton. 64.05 Newtons. ഇനി നമുക്ക് അടുത്ത സിലിണ്ടേഴ്സ് നോക്കാം. അടുത്ത സിലിണ്ടർ എന്ന് വെച്ചാൽ ഇതാണ്ട് സിലിണ്ടർ ബി. സിലിണ്ടർ ബി. അപ്പോൾ സിലിണ്ടർ ബി സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് എത്ര ഫോഴ്സസ് ഉള്ളതെന്ന് നോക്കിക്കേ. സിലിണ്ടർ ബിയിൽ നമുക്ക് ആർ ഡി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, ആർ എ ബി എന്ന് പറഞ്ഞ ഫോഴ്സ്. ഈ ആർ ബി കിട്ടിയ വാല്യൂ തന്നെയാണ് എവിടെ വരുന്നത്, ആർ എ ബി വരുന്നത്. ആർ എ ബി ഇസ് ഈക്വൽ ടു ആർ ബി എ. അതേ കണക്കിന് ആർ സി യുടെ വാല്യൂ തന്നെയാണ് ആർ എ സിക്കും വരുന്നത്. ആർ സി എ ഇസ് ഈക്വൽ ടു ആർ എ സി. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സിലിണ്ടർ ബിയിൽ ആർ ഡി ഉണ്ട്, ആർ എ ബി ഉണ്ട്, 100 ന്യൂട്ടൺ ഉണ്ട്, ആർ ഇ ഉണ്ട്. അപ്പോൾ 1, 2, 3 and 4 4 നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ട്. 4 നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, അവിടെ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആദ്യം ആർ എ ബി, സോ അതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അത് നമ്മൾ തേർഡ് ക്വാഡ്രന്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആർ ഡി എങ്ങനെ ടുവേർഡ്സ് റൈറ്റ് ആണ്, 100 ന്യൂട്ടൺ നെഗറ്റീവ് വൈ ആക്സിസ്. ഇനി ആർ ഇ നോക്കിക്കേ, അതിങ്ങനെ അപ്വേർഡായിട്ട് മൂവ് ചെയ്തു. ഇതാണ്ടേ ആർ ഡി, ഇനി ആർ എ ബി, ഇവിടെ ആർ ഇ ഫോഴ്സ് 100 ന്യൂട്ടൺ. സോ ഈ ആർ എ ബി ആണ്. ഇതങ്ങ് റബ്ബ് ചെയ്തേക്കാം നമുക്ക്. സോ നമുക്ക് ആർ എ ബിയുടെ വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, കഴിഞ്ഞ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തു. ആ വാല്യൂ എഴുതിയാൽ മതി. ആർ എ ബിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്ടേ ആർ എ ബി, അതെന്താണ്, ആർ ബി എക്ക് ഈക്വൽ ആണ് 64.05 ന്യൂട്ടൺ. 64.05 ന്യൂട്ടൺ. ഇത് ഇനി ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 51.32. അപ്പോൾ ആംഗിൾ 51.32 ഒന്ന് എഴുതാം. ആംഗിൾ 51.32. ഇനി ആർ എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ എ ബി is equal to 64.05 ന്യൂട്ടൺസ്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കി. ആർ ഇ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ആർ ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആർ ഇ വാല്യൂ ആൻഡ് ആർ ഡി വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫോർ 2 dimensional bodies sigma h is equal to 0 and sigma v is equal to 0. Sum of all horizontal forces are equal to 0 and sum of all vertical forces are equal to 0. So sigma h is equal to 0 എന്നുള്ള equilibrium equation, sigma v is equal to 0 എന്നുള്ളൊരു equilibrium equation ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതെന്താണ്, വേർട്ടിക്കൽ ഫോഴ്സ് ആണ്. 100 ന്യൂട്ടൺ വേർട്ടിക്കൽ ആണ്. ആർ ഡി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്. പക്ഷേ ആർ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. ആ ഇൻക്ലൈൻഡ് ഫോഴ്സിന് എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും ആയിട്ട് റിസോൾവ് ചെയ്യണം, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. അപ്പോൾ 64.05നെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അതേ കണക്കിന് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടും റിസോൾവ് ചെയ്യണം, വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ട്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടും, ഇത് വെർട്ടിക്കൽ ആണ് ചരിഞ്ഞു പോയത്, വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടും റിസോൾവ് ചെയ്യണം.
അപ്പോൾ നോക്കിക്കേ, ഈ 64.05-ന് ഒരു ആംഗിൾ കൊടുത്തുകൊണ്ട് 51.32. അതേതാണ്? ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 64.05 നമുക്ക് എന്താണ്? ഈ ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ കോസ് കോമ്പണൻറ്റ് കൊടുക്കുക. കോസ് 51.32. കോസ് 51.32. ഇപ്പോൾ വേർട്ടിക്കൽ കോമ്പണൻറ്റ് എടുക്കാൻ നേരത്ത് നമുക്ക് ഫോഴ്സ് അതേ കണക്ക് തന്നെ കൊടുക്കണം. 64.05. അപ്പോൾ നമുക്ക് ഏത് ആക്സിസുമായിട്ട്, ഇപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഫോഴ്സ് കോസ് വാല്യൂ കൊടുക്കുക. ഓപ്പോസിറ്റ് ആക്സിസിന് സൈൻ വാല്യൂ കൊടുക്കുക. അപ്പോൾ സൈൻ 51.32. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സൈൻ കൊടുക്കാൻ, വെർട്ടിക്കൽ കോമ്പണൻറ്റ് സൈൻ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 51.32 എന്നുള്ള ആംഗിൾ കൊടുത്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ കോസ് വാല്യൂ കൊടുക്കുന്നത്. ഇതാണ് കോസ് വാല്യൂ, അല്ല കോസ് കോമ്പണൻറ്റ് കൊടുക്കുന്നത്. 64.05 കോസ് 51.32. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതാണ്ടേ, ഇതൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. പിന്നെന്താണ്? 64.05 കോസ് 51.32 എന്നുള്ളതും ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് എങ്ങനെയാണ്? ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ് ആക്ട്. റൈറ്റ് സൈഡിലേക്ക് അല്ല, ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സിന് എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? ആർ ഡി സിഗ്മ എച്ച് റിയാക്ഷൻ ഡി പിന്നെന്താണ്? മൈനസ് 64.05 കോസ് 51.32 is equal to 0. 51.32 is equal to 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ആർ ഡി വാല്യൂ കാൽക്കുലേറ്റ്. ആർ ഡി is equal to 64.05 cos 51.32 ചെയ്യുമ്പോൾ ആർ ഡി is equal to 40.03 കിലോ ന്യൂട്ടൺ. 40.03 കിലോ ന്യൂട്ടൺ അല്ല, ന്യൂട്ടൺ. 40.03 ന്യൂട്ടൺ. ആർ ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി അതേ കണക്ക് തന്നെ എന്ത് ചെയ്യാം? സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് റിയാക്ഷൻ ഇ ഉണ്ട്. വെർട്ടിക്കൽ റിയാക്ഷൻ ഇ ഇതെന്താണ്? 100 ന്യൂട്ടൺ വെർട്ടിക്കൽ റിയാക്ഷൻ. പിന്നെ 64.05 സൈൻ 51.32. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0. അപ്വേർഡ് പോകുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ഫോഴ്സസ് ആണ്. ഡൗൺവേർഡ് പോകുന്ന ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ഫോഴ്സസ് ആണ്. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ആർ ഇ മൈനസ് ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 64.05 സൈൻ 51.32 മൈനസ് എന്തുകൊണ്ട്? 100 ഉണ്ട്. 100 ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? അവിടുന്ന് ആർ ഇ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആർ ഇ ഈസ് ഈക്വൽ ടു 64.05 സൈൻ 51.32 പ്ലസ് 100. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാല്യൂ 150 ന്യൂട്ടൺസ്. 150 ന്യൂട്ടൺസ്. ആർ ഇ വാല്യൂ കിട്ടുന്നത് 150 ന്യൂട്ടൺ എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആർ ഡി വാല്യൂ കിട്ടി, ആർ ഇ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻ നോക്കാം എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നേന്ന്. One second. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് സിലിണ്ടർ എ ഓൺ ബി, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ the cylinder A on B. Cylinder A on B. അപ്പോൾ നമ്മുടെ ഈ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, ആർ ബി എന്നുള്ള റിയാക്ഷൻ. പിന്നെ ഏതാണ്ട് the cylinder B on the base. Cylinder B on the base ഇതാണ് ഇവിടെ വരുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്.
അത് റിയാക്ഷൻ ഇ. പിന്നെ പറഞ്ഞ ഇത് സിലിണ്ടർ ബി ഓൺ ദ വാൾ, സിലിണ്ടർ ബി ഓൺ ദ വാൾ എന്ന് വെച്ചാൽ റിയാക്ഷൻ ഡി. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി റിയാക്ഷൻ ഇ, ഇത് റിയാക്ഷൻ ഇ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് കണക്കിന് ആർ എ ബി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം എന്താണ്, ഇത് സിമെട്രിക്കൽ സെക്ഷൻ ആണ്. ഇത് സിമെട്രിക്കൽ സെക്ഷൻ ആണ്. അപ്പോൾ എന്താ ആർ ഡി, ഈ കിട്ടുന്ന ആർ ഡി വാല്യൂ തന്നെയാണ് എന്ത്, ഈ ആർ ജി എന്ന് പറഞ്ഞ വാല്യൂ. ഇതാണ്ട് ഈ രണ്ട് റിയാക്ഷൻ എന്തായിരിക്കും, ഈ റിയാക്ഷനും എന്താണ്, സെയിം ആണ്. അത് കണക്കാണ് ഇവിടെ കിട്ടിക്കുന്ന ആർ ഇ വാല്യൂ, അതും എന്തിന് സെയിം ആണ്, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷനും സെയിം ആണ്. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഫസ്റ്റ് നോക്കി, സിലിണ്ടർ എ ഓൺ ബി, അതാണ്ട് ഈ ഒരു റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് നമുക്ക് റിയാക്ഷൻ ആർ എ ബി അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി റിയാക്ഷൻ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് സിലിണ്ടർ ബി ഓൺ വാൾ, റിയാക്ഷൻ ഡി കാൽക്കുലേറ്റ് ചെയ്തു. സിലിണ്ടർ ബി ഓൺ ദ ബേസ്, അതാണ്ട് ഈ റിയാക്ഷൻ സിലിണ്ടർ ബി ഓൺ ദ ബേസ് ആർ ഇ വാല്യൂ അതും കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയും വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, ഈ സിലിണ്ടർ സിയുടെ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. ആർ എഫ്, ആർ ജി, പിന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ ആർ സി എ, ആർ എ സി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ദ ഗിവൺ സെക്ഷൻ ഈസ് സിമെട്രിക്കൽ സെക്ഷൻ. സിമെട്രിക്കൽ സെക്ഷൻ അല്ല തന്നിരിക്കുന്നതെങ്കിൽ നമ്മളതെല്ലാം വീണ്ടും സോൾവ് ചെയ്യണം. സിമെട്രിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആർ ടിയുടെ വാല്യൂ 40.03, ആർ ഇയുടെ വാല്യൂ 150. ഈ സിലിണ്ടർ സിയുടെ ചോദിച്ചിട്ടില്ല, ബിക്കോസ് സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് ആ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ആർ ജി ഈസ് ഈക്വൽ ടു ആർ ഡി ഈസ് ഈക്വൽ ടു 40.03, ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ ഇ ഈസ് ഈക്വൽ ടു 150 ന്യൂട്ടൺ. സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതിയത്. സോ റിമൈനിങ് പ്രോബ്ലംസ് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക് യു.